ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഷിബിൻ തോമസ്. ഗ്യാരേജ് ക്രോണിക്കിൾസ് ബൈ ഷിബിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വാഹനങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു പ്യുവർ വണ്ടിപ്രാന്തൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കുറച്ച് വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്. സോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഗ്യാരേജിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായ മിസ്റ്റുബിഷി ലാൻസർ ആണ്. ഈ വണ്ടിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2005 മോഡൽ ലിമിറ്റഡ് എഡിഷൻ ഡീസൽ വണ്ടിയാണ്. ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1998 cc ആണ്. ഒരു 1995 മുതൽ 2008 വരെ ഒക്കെ ഉള്ള ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ അന്നത്തെ ലക്ഷറി സെഗ്മെന്റിൽപ്പെട്ട ഒരു വാഹനമായിരുന്നു ലാൻസർ. ഇതൊരു ജാപ്പനീസ് വാഹനമാണ്. ഇതിന്റെ ഡ്രൈവിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇതൊരു 5 സ്പീഡ് ഗിയർ ആണ്. ഇതിന്റെ ഡ്രൈവിംഗ് കംഫോർട്ട്, യാത്രാസുഖം അത് ലാൻസർ യൂസ് ചെയ്തിട്ടുള്ളവർക്കും ലാൻസർ യാത്ര ചെയ്തവർക്കും അത് നന്നായി അറിയാം. അതുപോലെ തന്നെ ഇത്രയും ഒരു യാത്രാസുഖവും കംഫോർട്ടും വരാൻ കാരണം ഇതിന്റെ ഫ്രണ്ടും ബാക്കും അലൈൻമെന്റ് ചെയ്യണം. ഇപ്പോഴത്തെ സാധാരണ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫ്രണ്ട് മാത്രം, എല്ലാ വണ്ടികൾക്കും ഫ്രണ്ട് മാത്രം അലൈൻമെന്റ് ചെയ്താൽ മതി. ലാൻസർ കാണുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക സൗന്ദര്യമാണ്. ഇതൊരു സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. അത്യാവശ്യം ഇതിൽ ഹെഡ്ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ടൈപ്പ് 3 ടൈപ്പ് ആണ്, അതായത് ഡ്യുവൽ ഹെഡ്ലൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൽ DRL ലൈറ്റും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ 14 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. ഇതിന്റെ ടോപ്പ് എൻഡിന് നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് 15 ഇഞ്ച് അലോയ് വീൽ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ബാക്ക് ബമ്പറിന്റെ രണ്ട് സൈഡിലും റിഫ്ലക്ടർ വെച്ചിട്ടുള്ളത് കാണാം. അതായത് അന്നത്തെ ലിമിറ്റഡ് എഡിഷൻ വണ്ടികൾക്ക് മാത്രമേ ഇങ്ങനെ ബമ്പറിൽ രണ്ട് സൈഡും റിഫ്ലക്ടറുകൾ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ ഒറിജിനൽ സ്പോയിലറും കാണാൻ സാധിക്കും. ഇതിൽ അന്ന് തന്നെ മിറർ ഫോൾഡിംഗ് ഓപ്ഷനും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സൈഡ് മിററും ആയിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഇനിയും വരാൻ പോകുന്ന അപ്ഡേഷനും നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു കിടിലും വിൻറ്റേജ് വണ്ടിയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.